ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് പിസ്സ ഗോപുരം കാണാനാണ് കേട്ടോ. ഒരു ചെരിഞ്ഞ ഗോപുരം ഉണ്ടല്ലോ, ഇപ്പോൾ പിസ്സ ഗോപുരം, അത് കാണാൻ വന്നിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ല മഴയാണ്. ഞങ്ങൾ വരുന്ന വഴി മുഴുവൻ മഴയായിരുന്നു. അപ്പോൾ ഇവിടെ എത്തി. ഇനി പിസ്സ ഗോപുരം കാണാൻ ട്രാമിൽ പോകണം, അല്ലെങ്കിൽ ഒരു 2 കിലോമീറ്റർ നടക്കണം എന്നാണ് പറയുന്നത്. ഈ മഴയത്ത് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ട്രാമിൽ പോവുകയാണ്. ഇതാണ് സാധനം. ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് നടന്നു പോവാണ്. ഞങ്ങളുടെ ചെരുവ് 40 ഡിഗ്രിയാണ് ഇതിൻ്റെ ചെരുവ്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ തിരിയുന്ന കോഴിയാണ്. അപ്പോൾ അതിനുണ്ട് ഇത്തിരി നല്ല തിരക്കാണ്. അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. ഒരു ടൈമിൽ ടൈമിൽ 5 പേരാണ് അവർ കേട്ടുള്ളൂ. പക്ഷേ ഇത്രയും പേര് പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഒരുപാട് ടൈം എടുക്കും. അതാണ് മെയിൻ കാരണം. ഇപ്പോൾ നിങ്ങൾ ചെരിഞ്ഞ ആ ഒരു ഇത് കാണുന്നില്ല, ഈ പൊസിഷനിൽ നിന്നാണ് ഏറ്റവും നന്നായിട്ട് ചെരിഞ്ഞതായിട്ട് തോന്നുന്നത്. 40 ഡിഗ്രി ചെരിഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്ത് വന്നാലേ അത് അറിയുള്ളൂ. നല്ല ഇടി മഴയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നിട്ട് തുലാവർഷം മാതിരിയാണ് ഇവിടെ. ഇത്രയും ദിവസം ഞങ്ങൾക്ക് മഴയൊന്നും കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നല്ല തണുപ്പും. എല്ലാവരും സ്വെറ്ററൊക്കെ ഉള്ളിലേക്ക് എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ എനിക്ക് തണുപ്പ് തട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊന്ന് എടുത്തു വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴാണ് ഇത് ശരിക്കും ചെരിഞ്ഞിട്ട് കാണുന്നത് കേട്ടോ. നല്ല തിരക്കുമാണ്, നല്ല മഴയുണ്ട്. അങ്ങനെ ഞങ്ങൾ പിസ്സ ടവറൊക്കെ കണ്ട് ഉള്ളിലൊക്കെ പോയി ലഞ്ച് കഴിച്ച് ഇനിയിപ്പോൾ റോമിലേക്ക് പോവാണ്. എല്ലാവരും സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനിട്ടാണ്. ബാഗ് ഭയങ്കര ബിസിനസ് അവിടെ, വണ്ടി കയറാൻ നിൽക്കണം. ഇത് ഈ പിസ്സയുടെ അടുത്തുള്ള കത്തീഡ്രലാട്ടോ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ചർച്ചാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാം. ഗോപുരം, പള്ളി, മഴ ഭയങ്കര മഴ, ആരും നനഞ്ഞ് തുടർന്നു. അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറി. പള്ളിയുടെ ഉൾഭാഗമാണ് കേട്ടോ. അത് നന്നായിട്ട് അങ്ങനെ പെയിൻറ്റിങ് ആണ് അധികം. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങളെ ടൂറിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്ന് റോമിലെത്തി ഞങ്ങൾ ഇന്നലെ രാത്രി. അപ്പൊ ഇന്നിപ്പോ റോം കണ്ടിട്ട് ഞങ്ങൾ ഒരു വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴേക്ക് എയർപോർട്ടിൽ എത്തണം. 10:30 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പൊ ഇന്ന് എന്താ വെച്ചാല് ഞാൻ ഈ ടൂറ് പോവാൻ ബുക്ക് ചെയ്ത അന്ന് മുതൽ റോം ഉണ്ടെന്ന് പറഞ്ഞപ്പോ വത്തിക്കാൻ സിറ്റി, അപ്പൊ നമ്മളെ മാർപ്പാപ്പ ഉള്ള സ്ഥലമുണ്ട്. അപ്പൊ ഒന്ന് കാണണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പൊ അത് ഏത് ദിവസം കാണുകയെന്നൊന്നും അങ്ങനെയൊന്നും അറിയണ്ടായിരുന്നില്ല. പിന്നെ അങ്ങനെ വരുന്നതിന്റെ തലേ ആഴ്ചത്തെ സൺഡേ സപ്ലിമെന്റില് ഈ മാർപ്പാപ്പയെ പറ്റിയിട്ടുള്ള ചരിത്രമായിരുന്നു. അപ്പോഴാണ് ഈ ബുധനാഴ്ചയാണ് പാപ്പ എല്ലാവർക്കും ദർശനം കൊടുക്കുക എന്നുള്ളൊരു ഇത് കണ്ടു. അത് പക്ഷെ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ കൊടുക്കാറില്ല. ഇപ്പൊ രണ്ടാമതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അതിൽ പേപ്പറിൽ കണ്ടു. പക്ഷെ അന്നും ബുധനാഴ്ചയാണോ നമ്മൾ റോമിലെത്തുക എന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഭയങ്കര ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ വെച്ച് എല്ലാവരോടും പറയും, ഒന്ന് കാണണമെന്നുണ്ട്. നമുക്ക് എപ്പോഴും പോകാൻ പറ്റുന്ന ഒരു സ്ഥലമല്ലല്ലോ, അപ്പൊ കാണാൻ പറ്റുമ്പോ കാണാം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ബുധനാഴ്ചയാണ് നമ്മളെ വിചാരിച്ച മാതിരി ബുധനാഴ്ച റോമിലെത്തിയപ്പോൾ ഞങ്ങൾ ടൂർ മാനേജറോട് പറഞ്ഞു കാണണമെന്നുണ്ട്, അതിനെന്തെങ്കിലും സംവിധാനം ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കാണാൻ ഭയങ്കര തിരക്കാവും, എന്നും പറ്റില്ല, ചിലപ്പോൾ പാപ്പയ്ക്ക് വയ്യാത്ത ദിവസമാണെങ്കിൽ സന്ദർശകരെ കാണാൻ വരില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ ഇന്നലെ പറഞ്ഞു ഇന്ന് സന്ദർശകരെ കാണുന്നുണ്ടെന്ന്. അങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 6 മണിയാകുമ്പോഴേക്കും പോകാനുള്ള തയ്യാറെടുപ്പിൽ എല്ലാവരും എത്തി. നല്ല തിരക്കാവും, കാണാൻ പറ്റുമോ എന്തോ ഒന്നും അറിയില്ല. എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്യാണ്. കാണാൻ പറ്റിച്ചാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. കാണാൻ പറ്റണേ എന്നാണ് പ്രാർത്ഥന. അങ്ങനെ വത്തിക്കാൻ സിറ്റിയിലെത്തി പാപ്പനെ കാണാൻ പോവാട്ടോ. മുകളില് അല്ല താഴെ ഇറങ്ങിയിട്ട് മുകളിലേക്ക് കയറി ഞങ്ങൾ കാണുന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. കാണാൻ പറ്റട്ടെ. ടൈമിന് 1 മണിക്കൂറോ 2 മണിക്കൂറോ ക്യൂ നിൽക്കേണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പോകുമ്പോ ഒന്നും അലോഡ് അല്ല കേട്ടോ. സാധനം കഴിഞ്ഞപ്പോ ഇതാണ് വത്തിക്കാൻ. ഇപ്പൊ ഞങ്ങൾ അകത്ത് പോയിട്ട് പിന്നെ പുറത്ത് വരുമ്പോ ഫോട്ടോ എടുക്കാം. അതെ, ആദ്യം ഫോട്ടോ എടുക്കാൻ കാണാന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
ഞാൻ ഉള്ളിലേക്ക് കയറി. ഇവിടെയാണ് ഇരിപ്പിടം. സീറ്റിങ്ങിൽ ഇരുന്നു. ഇനിയിപ്പോൾ ഇതിലേ വരാമെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ സൈഡിൽ ഇരുന്നുണ്ട് കേട്ടോ. അതെ, സൈഡ് സീറ്റിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മാർപ്പാപ്പ വരികയെന്ന് പറയുന്നുണ്ട്. ഒരു ഗാർഡാണ്. മാർപ്പാപ്പള താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് താമസം. അതിലെ പുറത്ത് വരും. ആ പുറത്തിറങ്ങി ഇപ്പൊ പോപ്പിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരൊക്കെ പുറത്ത് വന്നു. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞതിനെ പറ്റി സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിനെ പറ്റി പറഞ്ഞു തരാൻ. മാർപ്പാപ്പയുടെ വിസിറ്റിംഗ് കഴിഞ്ഞു. അകത്തോട്ട് പോയി. അങ്ങനെ ഞങ്ങളിപ്പോൾ വത്തിക്കാൻ സിറ്റിയിൽ നിന്ന് പുറത്തെടുക്കാണ് റോമിലേക്ക്. അപ്പോൾ ഗൈഡ് കൂടുണ്ട്. അവർ റോമിലെ കൊളോസിയം ഇത് അത്ഭുതങ്ങളിൽ ഒന്നാണെന്നാണ്, ഇപ്പോൾ ആക്കിയിട്ടുണ്ടെന്നാണ് പറയണത്. ഇതാണ് കൊളോസിയ. ഇത് ക്രിസ്തുവിന് മുന്നുള്ളതാണ് ഇത്ര. ഇത് രാജാക്കന്മാരൊക്കെ ഇവിടെ താമസിച്ചിരുന്നു. താഴെ സിംഹങ്ങളെ ആക്കും, താഴെയുള്ള ഈ അറയിൽ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു റൗണ്ട് ഉണ്ട്. അതിൽ കുറ്റവാളികളെ ആക്കും. കുറ്റവാളികളെ ആക്കിയിട്ട് ഇതിൻ്റെ ഷെൽട്ടർ ഇതെല്ലാം തുറന്നു വിടും സിംഹത്തിൻ്റെ. അങ്ങനെ സിംഹമാണ് ഈ കുറ്റവാളികളെ കൊല്ലുക. അങ്ങനെ മേലെ ചക്രവർത്തിമാർ ഇരുന്ന് ഇത് കാണും. ആ ഭാഗം പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഈ ഭാഗം. നോക്കുമ്പോൾ ഇതാണ് 7. അതെ, ലോകാത്ഭുതങ്ങളിൽ 7-ൽ ഒന്നാണെന്നാണ് ഇപ്പോൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. ഓരോ ഗേറ്റുകളാട്ടോ പണ്ട് കൊട്ടാരങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് 4 സൈഡിലും കവാടം. അതെ, റോമിൽ കാണാനുള്ളത് ഉള്ള സ്ഥലങ്ങൾ. അതെ, ഞങ്ങൾ ഇന്ന് ആഫ്റ്റർനൂണും കൂടിയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ലഞ്ചിന് പോകണം. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് രാത്രി എയർപോർട്ട് പോയി ഫ്ലൈ ചെയ്യും. ചർച്ചിലും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ ഇത്രയും ദിവസം ഞങ്ങളൊരു ഫാമിലി മാതിരിയാണ് പോയിരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി കോപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ പറയുക, ടൂറ് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടു. അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോയ ടൂറിനൊരു രസം ഉണ്ടായിരുന്നു. ഫോറം കാണുന്നില്ലേ? ലെഫ്റ്റ് ഹാൻഡ് സൈഡില് ഇതാണ് എംബസി. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് കണ്ടുപിടിക്കാവോ? ഇങ്ങനെയാണോ ഫ്ലാഗ്? ആരാ വെച്ചത്? ഞങ്ങൾ ഒന്നും കൂടി പള്ളി കാണാൻ വന്നിട്ട് അതുവരെ പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പോപ്പിനെ കാണാനാണ് രാവിലെ വന്നത്. അത് കഴിഞ്ഞപ്പോൾ റോമിലെ ഏറ്റവും ചെറിയ സിറ്റിയാണിത് വത്തിക്കാൻ. ഒരു 100 ഏക്കർ സ്ഥലമേ ഉള്ളൂ. പക്ഷെ അതിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഇത്. പിന്നെ ഇതിലാണ് മാർപ്പാപ്പ താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോകണം. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, ആർട്ട് ഗാലറി, അതും കൂടി കാണണം. ഭയങ്കര ക്യൂ ആണ്. ഒരു 2 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ടാവും ഈ ക്യൂ കൂടെ അങ്ങോട്ട് കിടക്കാൻ. ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ പള്ളി. ഇതെന്താ വെച്ചാൽ പിയാത്തോ എന്ന് പറയുന്ന സംഭവമാണ്. അതെന്ത് മൈക്കൽ ആഞ്ചലോ വരച്ചതാണ്. അത് എന്താണ് വെച്ചാൽ ഇത് യേശു മരിച്ചു കഴിഞ്ഞ് കുരിശിലിതാക്കിയിട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ മടിയിൽ കിടത്തിക്കുകയാണ് യേശുവിനെ. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈക്കൽ ആഞ്ചലോട് ചോദിച്ചു, ഇത്ര അമ്മ ഇത്രയും ചെറുപ്പാണോ എന്ന്. യേശുവിന് 33 വയസ്സാകുമ്പോഴാണല്ലോ മരിച്ചത്. അപ്പോൾ എന്താണ് മൈക്കൽ ആഞ്ചലോൻ്റെ അമ്മ ചെറുപ്പത്തിൽ മരിച്ച കാരണം ആ ഒരു ഫേസാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. ഇത് അറിയാൻ വേണ്ടിയിട്ട് മൂപ്പര് അതിൽ മൈക്കൽ ആഞ്ചലോ എന്ന് എഴുതിയിട്ടുണ്ട് ഇത്ര. അപ്പോൾ ഇതാണ് ഇവിടെ മാത്രമേ ഈ പിയാത്തോ എന്ന് പറയുന്ന ഈ സംഭവം ഉള്ളൂ. ഇതെല്ലാം മരിച്ചുപോയ ബിഷപ്പുമാരെ കല്ലറകളാട്ടോ. എല്ലാം ഇവിടെ തന്നെയാണ്, പള്ളിയിൽ തന്നെയാണ് അടക്കിയിരിക്കുന്നത്. അവിടെ ഇവിടെ തന്നെ ഒരു ചെറിയ ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. അവിടെ വന്നിട്ട് എന്ത് വേണിച്ചാൽ വാങ്ങാം.
പള്ളിയുടെ അണ്ടറിലുള്ളതൊക്കെ ഈ ഷോപ്പിംഗ്. ഇപ്പം ഞങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും എയർപോർട്ടിലേക്ക് പോകണം. ഞങ്ങളുടെ വണ്ടി വന്നിട്ടില്ല കേട്ടോ. ഇവിടുന്ന് ഒരു 1 hour റണ്ണിങ് ഉണ്ട് റോം എയർപോർട്ടിലേക്ക്. എല്ലാവരും 17 ദിവസത്തെ യാത്ര കഴിഞ്ഞ് ക്ഷീണിതരായിട്ട് ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്യൂ നിന്നു. എയർപോർട്ടിൽ 2-3 മണിക്കൂർ ഉണ്ടാവും. അവിടെ ചെന്ന വേഗം അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിട്ടോ. റോം എയർപോർട്ടിലെത്തി. റോമിലെ എയർപോർട്ടിൻ്റെ ഉള്ളിലെത്തി. ഇനിയിപ്പോൾ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഉണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് ബാത്ത് ടോയ്ലറ്റിലൊക്കെ ഫ്രഷ് ആവാം. അതിനുശേഷം സമയമുണ്ടല്ലോ ഇഷ്ടം പോലെ. എല്ലാവരും ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. ഒക്കെ നമ്മുടെ ഗ്രൂപ്പാണ്. എല്ലാം നമ്മുടെ ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങൾ റോമിലെ എയർപോർട്ടിലാണ് കേട്ടോ. 6 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ എയർപോർട്ടിലെത്തി. 10:30-ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട്. ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 5.5 മണിക്കൂർ ഫ്ലൈ ചെയ്യണം ഖത്തറിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് കൊച്ചി. അപ്പോൾ ഇന്ന് രാത്രി ഉറക്കം ഉണ്ടാവില്ല അല്ലേ? എനിക്കിപ്പോഴും പേടിയുള്ളൊരു സംഭവമാണിത്. എന്താ അറിയില്ല. 10-17 നാളേക്കും 18 ദിവസമായി. എന്തോ ഒരു ഡേറ്റ് ഓർമ്മയില്ല, ദിവസം ഓർമ്മയില്ല. യെസ് മൈ ഡിയർ. ഇപ്പം എന്ത് ഇനിയൊന്നുമില്ല, ഷോപ്പിങ്ങിനല്ല. ഞങ്ങൾ ബോർഡിംഗ് ആവാൻ പോവാണ്. കുറേ ദൂരം നടക്കാണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ 17 ദിവസത്തെ വീട്ടിലെത്തിട്ടോ. ഒരു 9 മണിയായി. 3:30 മണിക്ക് 3 മണിക്ക് ലാൻഡ് ചെയ്തു. 4 മണിയായി ലഗേജൊക്കെ കിട്ടാൻ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ദൂരമുണ്ട്. ഒരു ട്രാഫിക്കൊക്കെ പെട്ട് ഒരു 4 മണിക്കൂറായി. പിന്നെ ഭക്ഷണം കഴിച്ച് എന്തായാലും യാത്രയൊക്കെ അടിപൊളിയായിട്ടോ. ഇങ്ങനെ ഒരു യാത്ര നമ്മൾ പോകുമ്പോൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഏജൊന്നും ഒരു പ്രശ്നമില്ല എന്ന് ഇപ്പം മനസ്സിലായത് ഇപ്പോഴാണ് നമുക്ക്. പിന്നെ കുറേ ആൾക്കാരെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റി, അവരെ അനുഭവങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങനെ പല കാര്യങ്ങളും ഈ യാത്രയിൽ പഠിക്കാൻ പറ്റി. പിന്നെ ഓരോ രാജ്യം കാണുമ്പോഴാണ് നമുക്ക് ഓരോ അനുഭവങ്ങൾ പുതിയതായിട്ടുണ്ടാവുക. അവിടുത്തെ സംസ്കാരം, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ യാത്രകൾ എപ്പോഴും നമുക്ക് പുതിയ പാഠങ്ങളാണ് തരുന്നത്. കുറേ യാത്രകൾ പോയിട്ടുണ്ട്. പക്ഷേ യൂറോപ്പ് യാത്ര അതിനൊരു വ്യത്യസ്തം. ഞങ്ങൾ ഒന്ന് ഫ്രഷായിട്ടൊന്ന് വേഗം കിടന്നുറങ്ങണം. ഇന്നലെ മുതൽ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതുവരെ കണ്ട് അഭിപ്രായം പറഞ്ഞതിന് എല്ലാറ്റിനും നന്ദി. അത്ര നന്നായിട്ട് പ്രൊഫഷണലായിട്ടൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ലേ. ഞങ്ങൾക്ക് പറ്റുന്ന മാതിരിയൊക്കെ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ.